സംസാരിക്കാനുള്ളത് യുദ്ധവും യുദ്ധശ്രുതികളെക്കുറിച്ചാണ്. അവിടെ ഇവിടെയായിട്ട് യുദ്ധവും യുദ്ധശ്രുതികളും കേൾക്കും. ഭൂകമ്പം ഉണ്ടാവും, രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങും, പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുമ്പം യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലുള്ള രഹസ്യവരവ് അടുത്തിരിക്കുന്നതെന്നും ലോകം മുഴുവൻ മറ്റൊരു സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തിലോട്ട് മാറുന്നതെന്നും ക്രിസ്തീയ വിശ്വാസികളുടെ മതവിശ്വാസം. ഈ സംഭവമെല്ലാം ഉള്ളത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളെയും കാലഗതികളെയും വിവേചിച്ചറിയാൻ ഓരോ ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് ഓരോ ബന്ധക്കോസുകാരനും നന്നായി പഠിച്ചിരിക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ചൂഷണവും, ഏറ്റവും കൂടുതൽ അഴിമതികളും, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. വഞ്ചന, ചതി ഇതെല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. 1980-കൾക്ക് ശേഷം ഏകദേശം 1999 ഡിസംബർ 31 വരെ പല പാസ്റ്ററപ്പച്ചന്മാരും പറഞ്ഞു നടന്നത് ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാളുകളിൽ എനിക്ക് 7-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ 2000 ലോകം അവസാനിക്കുന്നു. 2000 ലോകം അവസാനിക്കും, യേശുക്രിസ്തു വരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 2000 ലോകമല്ല അവസാനിച്ച്, ഒരു യുഗമാണ് അവസാനിച്ച്. ക്രിസ്തുവിന് ശേഷമുള്ള രണ്ടാമത്തെ യുഗം അവസാനിച്ച്, അല്ലാതെ ലോകം അവസാനിച്ചില്ല. അന്ന് പാസ്റ്റർമാരിങ്ങനെ പറയുന്നതിൻ്റെ ഫലമായിട്ട് പല പെന്തക്കോസ്ത് വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളും അവർക്കുള്ള ഭൂസ്വത്തുക്കളും ബാങ്കിൽ കിടന്ന അക്കൗണ്ടും എല്ലാം അടിച്ചു പൊളിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ധാരാളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് സ്വത്ത് മൊത്തം നഷ്ടപ്പെട്ട്, പണം മൊത്തം നഷ്ടപ്പെട്ട്, അവസാനം അവരുടെ കാലഘട്ടം കഴിഞ്ഞു പോയി, അവർ മരിച്ചുപോയി, അവരുടെ മക്കൾ ദരിദ്രവാസികളായിപ്പോയി. ഇതേപോലെയാണ് ഇപ്പം കേൾക്കുന്ന ഈ യുദ്ധവും യുദ്ധത്തിൻ്റെ ശ്രുതികളും. ഇതൊക്കെ കേൾക്കുമ്പോഴും ചില എടുത്തിയാട്ടക്കാരായിട്ടുള്ള അപ്പച്ചന്മാരും വിശ്വാസികളും കടുത്ത ഓർത്തഡോക്സ് വിശ്വാസികളും അന്ന് കാണിച്ച അതേ മണ്ടത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. 2000 ലോകം അവസാനിച്ചെന്ന് പറഞ്ഞിട്ട് അവസാനിച്ചില്ല, 25 വർഷം വീണ്ടും പോയി. ഇപ്പോൾ യുദ്ധം ഉണ്ടാവും. ഇതൊരു ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു സീസൺ വർക്കാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ. അത് ബൈബിളിൽ തന്നെ ഉണ്ട്. എല്ലാ വർഷവും, അതായത് ഇസ്രായേൽ അവരുടെ അതിർത്തി എല്ലാ വർഷവും വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫലമായിട്ട് അവരുടെ ഒരു സീസൺ വർക്കായത്. എല്ലാ വർഷവും ഒരു സീസണെ അവർ യുദ്ധം ചെയ്യും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അറബികളുടെ, മുസ്ലിങ്ങളുടെ നോമ്പ് സമയത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇവർ യുദ്ധം ചെയ്യാറുണ്ട്. കാര്യം തിരിച്ചടി കുറവായിരിക്കും. അപ്പോൾ അതുപോലെ ഒരു അറബിൻ്റെ ഒരു യൂണിറ്റി ഉണ്ടാകത്തില്ലായിരിക്കും. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ നോമ്പ് സമയം അവർ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായി, ഈ വർഷം ഉണ്ടായി. അങ്ങനെ ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശമിച്ചു പോകും. അല്ലാതെ അതിൻ്റെ പേരും പറഞ്ഞ് ബന്ധക്കോസിലെ വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളും നിങ്ങളെ സ്വത്തുക്കളോ നിങ്ങളെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടോ ഒന്നും എടുത്ത് വിറ്റ് തുലച്ച് കളഞ്ഞിട്ട് അത് കണ്ടമാനം വേണ്ടാത്ത രീതി അനവധമായിട്ട് ഉപയോഗിച്ച് കളയരുത്. അതങ്ങനെ തന്നെ സുരക്ഷിതമായിട്ട് ഇട്ടേക്കുക. യേശുക്രിസ്തു നാളെ ആണെങ്കിൽ നാളെ വന്നോട്ടെ, അല്ല അടുത്തൊരു മണിക്കൂറിലാണെങ്കിൽ അടുത്ത മണിക്കൂർ വന്നോട്ടെ. ആ ഒരു മണിക്കൂർ വരെ അല്ലെങ്കിൽ നാളത്തെ ദിവസം വരെ നിങ്ങൾക്ക് നിലനിൽക്കാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയിടുക. അതിനുശേഷം ആരാ അത് അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ അനുഭവിച്ചോട്ടെ. പക്ഷേ ആ നിമിഷം വരെ, നിങ്ങൾ ഭൂമിയിലുള്ള സമയം വരെ നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിലും, നിങ്ങൾ അല്ല യേശുക്രിസ്തു വരുവാണെങ്കിലും ആ സമയം വരെ നിങ്ങൾക്ക് ഭൂമി ജീവിക്കണ്ടേ. അതിനുവേണ്ടി എപ്പോഴും മുൻകരുതലായിട്ട് കരുതിയിട്ടേക്കുക. അതാ ബുദ്ധിമാന്മാരുടെ ജീവിതം.